ഇന്ന് നമുക്ക് ഡ്രോയിങ് ചെയ്ത് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പെൻസിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ പെൻസിൽ പിടിക്കേണ്ടത്, പെൻസിൽ പിടിച്ച് എങ്ങനെയാണത് കൃത്യമായി ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നോക്കുന്നത്. കാരണം തുടക്കത്തിൽ പലരും ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. ആ മിസ്റ്റേക്കുകൾ തന്നെ അവർ പ്രാക്ടീസ് ചെയ്ത് പരിശീലിച്ച് അതിനെ തുടർച്ചയായിട്ട് പരിശീലിക്കുന്നത് കൊണ്ട് ആ മിസ്റ്റേക്ക് തന്നെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ ആ തെറ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയും പിന്നെ അവർക്ക് തിരുത്താൻ പറ്റാത്ത രീതിയിൽ അത് അവരിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അപ്പോൾ ആ തെറ്റ് തിരുത്തിക്കൊണ്ട്, അങ്ങനെയുള്ള ചെറിയ ചെറിയ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ പെൻസിലായാലും പേനയായാലും, ഞാനിവിടെ ഒരു പേനയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പിടിക്കുന്നതെന്ന്, ബേസിക്കായിട്ട് പിടിക്കുന്ന കുറച്ച് 1-2 പിടിക്കുന്ന രീതികൾ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പേന ഈ രീതിയിൽ പിടിക്കുന്ന, അതായത് എഴുതാൻ വേണ്ടി പിടിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഇതിന് പിടിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗം എപ്പോഴും അതുമായിട്ട് ചേർത്ത് വെച്ചേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു രീതി. ഇത് എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ മെക്കാനിക്കൽ ഹോൾഡ് എന്നാണ് പറയാം. മെക്കാനിക്കലായിട്ട് ഒരു മെക്കാനിക്കലായിട്ടുള്ളൊരു ആക്ഷനെ അതിനകത്ത് നടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് മാത്രമല്ല, ഈ ഒരു ഇവിടെ ഇതാണ് പിവറ്റ് പോയിന്റ് ആയിട്ട്, ഇതാണ് സെൻറ്റർ പോയിന്റ്. ഈ ഒരു സെൻറ്റർ പോയിന്റ് അടിസ്ഥാനപ്പെടുത്തി ഇത് മാറത്തുള്ളൂ, വേറെ ഒന്നിലേക്കും പോകില്ല. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇത്രയും ഒരു സ്പേസേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് തുടക്കത്തിൽ പലരും ഇങ്ങനെയാണ് വരച്ചു തുടങ്ങുന്നത്. വരയ്ക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വരച്ചു തുടങ്ങും. ഇങ്ങനെ വരച്ചു തുടങ്ങുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെല്ലാം വരയ്ക്കുന്ന രീതി ഇങ്ങനെയാണ്. ഒരു വരയിടാൻ പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെ വരച്ച് ഒരു വരയിടാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരയ്ക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷേപ്പോ അങ്ങനെ എന്തെങ്കിലും വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് വരയ്ക്കുക. അത് ഇതിനകത്ത് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പോയി വരയ്ക്കുക. അപ്പോൾ ഈ ലൈൻസിൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോകും. ലൈൻസിൻ്റെ സ്വഭാവം ഈ രീതിയിലായിപ്പോകും. ഇതാണ് മിക്കവരും തുടക്കത്തിൽ ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കാര്യം ഒരു ലൈനിങ് എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ഒരു ലൈൻ എന്നുള്ള രീതിയിൽ വരയ്ക്കാൻ പറഞ്ഞാൽ ഈ രീതിയിലേ ഒരു വരയിടുള്ളൂ. അവർക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഇടാനേ പറ്റുള്ളൂ. കാരണം ഇവരുടെ സെൻറ്റർ പോയിന്റ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പിന്നെ കൈ ഒരുപാട് അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മെക്കാനിക്കലായിപ്പോവും. എല്ലാം മെക്കാനിക്കലാണ്. അപ്പോൾ അതുപോലെ വരയ്ക്ക് ഒരു സ്വഭാവം ഇല്ലാതായിപ്പോവും. വ്യക്തമായൊരു സ്വഭാവം ഇല്ലാത്ത അവസ്ഥയായിപ്പോവും. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിനിപ്പോൾ ചിലപ്പോൾ പുസ്തകം എടുത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. പുസ്തകം എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് പലരും വരച്ചു തുടങ്ങുക. ഒരിക്കലും അങ്ങനെ വരച്ചു തുടങ്ങരുത്. നിങ്ങൾ വരച്ചു തുടങ്ങുകയാണെങ്കിൽ ചെയ്യേണ്ടത്, പുസ്തകം എടുത്ത് ഇങ്ങനെ വെക്കുക. സ്കെച്ചിങ് ബുക്കാണെങ്കിൽ എന്താണെങ്കിലും ഇങ്ങനെ വെച്ച് ഇങ്ങനെ തന്നെ വരച്ചു തുടങ്ങുക. അപ്പോൾ ഇതാണ് സ്കെച്ചിങ് ബുക്കാണെന്നുള്ളത്. നിങ്ങൾ ഇവിടെ പിടിക്കുക. ഇവിടെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച്, ഇപ്പോൾ മടിയിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു തുടങ്ങുക. ഇങ്ങനെ വെച്ച് വരയ്ക്കാതിരിക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഒരിക്കലും വരയ്ക്കാതിരിക്കുക. ഇങ്ങനെ തന്നെ വെക്കുക. കാര്യം നമുക്ക് എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഈ മെക്കാനിക്കൽ ഹോൾഡ് എന്ന് പറയുന്ന ഈ സാധനം ഇല്ലാണ്ടാവത്തുള്ളൂ. നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒന്നും ഇതിൻ്റെ തുമ്പിൽ പിടിക്കാതിരിക്കുക. പേനായാലും പെൻസിലായാലും കുറച്ചുകൂടി അകലത്തിൽ പിടിക്കുക. നിങ്ങൾ ഇങ്ങനെ തുടക്കത്തിൽ ഇതിനെ നമ്മൾ ഈ രീതിയിലാണ് സംഭവം. അവസാനം നമ്മളൊരു വലിയൊരു ക്യാൻവാസൊക്കെ വരച്ചു തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ക്യാൻവാസിലേക്കൊക്കെ സ്കെച്ച് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഈ രീതിയിലേക്ക് നമ്മുടെ പെൻസിൽ മാറണം, സ്കെച്ച് ചെയ്യാൻ പറ്റണം. ഇതൊരു ഓർഗാനിക് ഹോൾഡ് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു പിവറ്റ് പോയിൻ്റായിട്ട് കിട്ടും. അടുത്ത് കുറച്ചുകൂടെ വലുതായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടും. ഇത്രയും ഒരു പോയിന്റ് കിട്ടും. അതിനേക്കാൾ വലുത് ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ കിട്ടും. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വളരെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ എന്ന് പറയുന്നതിനപ്പുറം ഒരു ഓർഗാനിക്കലായിട്ട് അത് മാറും. വളരെ ഫ്ലൂയിഡായിട്ടുള്ളൊരു രേഖയായിട്ട് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തുടക്കം എന്നോണം നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വരച്ചവർക്ക് ചിലപ്പോൾ ഇതിലേക്ക് മാറുമ്പോഴൊരു വിഷയം ഉണ്ടാവും. കാര്യം ഇവിടെയാണ് നമ്മൾ പിന്നെ ഇവിടെ നിന്നാണ് വരിക. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വെച്ച് വരച്ചു തുടങ്ങിയാൽ. പക്ഷേ ഈ സംഭവം ഇവിടെ മുട്ടിക്കരുത്. ഇതിങ്ങനെ തന്നെ എടുത്ത് വെക്കുക. ഇത് വരച്ചു തുടങ്ങുക, എന്നിട്ട് വരച്ചു തുടങ്ങുക. അതുപോലെ ഇങ്ങനെ വരയ്ക്കരുത്. ഇങ്ങനെ അടുപ്പിച്ച് വരച്ചു തുടങ്ങുക. ഒരു വര ഇടുമ്പോൾ ഒരിക്കലും ഇങ്ങനെ വരയ്ക്കരുത്. ഒരു വര നമ്മളിപ്പോൾ ഒരു വരയിടാൻ പറഞ്ഞാൽ ഇങ്ങനെ വരയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇടുക. അതിനകത്ത് നമ്മളിപ്പോൾ സ്കെയിലിട്ട് വരച്ചതുപോലെ ഒരു വരയുടെ ആവശ്യമില്ല. സ്കെയിൽ കൊണ്ട് വരച്ചതുപോലെ അല്ലെങ്കിൽ സ്കെയിലിട്ട് വരച്ച പോലെ ഒരു സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫിനിഷിംഗ് ഉള്ളൊരു ലൈനിൻ്റെ ആവശ്യം അവിടെ ഇല്ല. കാരണം നമ്മൾ ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. നമ്മൾ ആർക്കിടെക്ചറോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല വരയ്ക്കുന്നത്. നമ്മൾ ചിത്രകല അല്ലെങ്കിൽ ഫൈൻ ആർട്ട് എന്ന് പറയുന്ന ഡ്രോയിങ് ചെയ്ത് തുടങ്ങുന്ന അതിൻ്റെ ബേസിക്സിന് വേണ്ടിയിട്ട് വരയ്ക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ലൈനിൻ്റെ ആവശ്യമില്ല. നമുക്ക് വരയ്ക്കുന്ന ലൈനിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാവണം. ആ സ്വഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. നമ്മുടെ ചിന്തയിൽ ഒരു വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തയിൽ കിടക്കുന്ന വരയ്ക്കുള്ള സ്വഭാവം തന്നെ നമ്മുടെ കൈകളിലൂടെ പേപ്പറിലേക്കും വരാൻ കഴിയണം. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ വരച്ചാൽ കിട്ടില്ല, ആ വര ഇല്ലാണ്ടായിപ്പോൾ.
ആ വരയുടെ സ്വഭാവം ഇല്ലാണ്ടായിപ്പോൾ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പരിശീലിച്ച് തുടങ്ങുന്ന രീതി എന്ന് വെച്ചാൽ, ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ വരച്ച് അല്ലെങ്കിൽ കോലം ഇടുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് വരയ്ക്കാൻ വേണ്ടി പുസ്തകം കിട്ടുമ്പോൾ അവർക്കിടുന്നൊരു രീതി ഇതാണ്. എന്ന് വെച്ചാൽ 2 കുത്ത് ഇടുക, ആ കുത്തുകളിലേക്ക് വരച്ചു തുടങ്ങുക. അപ്പോൾ ഇതേപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഈ രീതിയിൽ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇതിപ്പോൾ ലൈൻസാണ് നോക്കിയത്, മറ്റ് രീതിയിലൊക്കെ നോക്കുക. നമ്മുടെ ലൈൻസ് മാത്രമല്ലാണ്ട് കർവ്സ് നോക്കുക, കർവ്സ് പല രീതിയിൽ നോക്കുക. എപ്പോഴും ഈ കണ്ടിന്യൂഷൻ ഉണ്ടാവണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇതുവരെ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ച് പിന്നെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കരുത്. ഈ ലൈൻ തൊട്ട് ഈ ലൈൻ, ഇപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ്, ഇവിടെ നിന്ന് ഒരു ലൈനിലേക്ക് വരയ്ക്കാൻ വെച്ചാൽ ഒറ്റ ലൈനായിരിക്കണം. അതിന് എന്ത് ഷേപ്പായാലും, ഇപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ വരാൻ വേണ്ടി വേറൊരു ഷേപ്പാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഷേപ്പായിരിക്കണം. അത് നിങ്ങൾ ഈ കണ്ടിന്യൂറ്റി, ഈ പറയുന്ന ഫ്ലോ എന്ന് പറയുന്നൊരു സാധനം കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അതുപോലെ നിങ്ങൾ ഇതിപ്പോൾ നമ്മൾ ലൈൻസാണ് വരച്ചത്, ലൈൻസിൻ്റെ വ്യത്യസ്ത കാര്യങ്ങൾ കൂടെ ഒന്ന് വരച്ച് നോക്കുക, വ്യത്യസ്തമായ രീതിയിൽ വരച്ച് നോക്കുക. അത് ഇപ്പോൾ പല രീതിയിലുള്ളതുകൊണ്ട് അതിനാദ്യം ഈ പറഞ്ഞ കുത്തുകളിട്ട് നോക്കുക, എന്നിട്ട് കുത്തുകൾ ഇല്ലാണ്ട് ശീലിച്ച് നോക്കുക. എല്ലാ ഷേപ്പ് രീതിയിലുള്ള വരകളും വരച്ച് നോക്കുക, എല്ലാ രീതിയിലും വരച്ച് നോക്കുക. ഇതൊക്കെ വരയ്ക്കുക ശീലിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തുകൾ ഇടുക, അതിനകത്തൂടെ വരയ്ക്കുക. ഇതുപോലെ കുത്തുകൾ ഇടുക, എന്നിട്ട് അതിനകത്തൂടെ വരയ്ക്കുക. ഇങ്ങനെ വരച്ച് ശീലിക്കുക. അപ്പോൾ അതുപോലുള്ള ഒരു കുത്തുകൾ ഉപയോഗിച്ച് നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ അത് തന്നെ ഷേപ്പ് വരയ്ക്കുമ്പോഴും നിങ്ങൾ ഇപ്പം ബേസിക് ഷേപ്സുകൾ വരയ്ക്കുമ്പോൾ, ഇപ്പോൾ ഇതുപോലുള്ള ഷേപ്സുകൾ വരയ്ക്കുക, ഓവൽ വരയ്ക്കുമ്പോഴും റൗണ്ട് വരയ്ക്കുമ്പോഴും ഒക്കെ ഇതുപോലെ വരച്ച് ശീലിക്കുക. മീതെ വരച്ച് നോക്കുക. അത് ഒരു ഭാഗത്തോട്ടല്ലാണ്ട് തിരിച്ച് വരയ്ക്കുക. ഇതുപോലെ വരച്ച് ശീലിക്കുക. അത് ഒരുപാട് അകന്നു പോകാതിരിക്കാൻ നോക്കുക, എന്നാൽ ഒരുപാട് ചേർന്ന് പോകാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഇത് ഒരു ഈവൻ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക. എല്ലാ ഷേപ്പുകളും നിങ്ങൾ നോക്കുക. എല്ലാ രീതിയിലും ഷേപ്പുകൾ വരയ്ക്കുമ്പോൾ എല്ലാ രീതിയിലും വരച്ച് നോക്കുക. എല്ലാ രീതിയിലുള്ളതും വരച്ച് നോക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഷേപ്പ് വരച്ച് തുടങ്ങി പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഷേപ്പും ഒരു ഷേപ്പ് അല്ലാണ്ട് എല്ലാം വരച്ച് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ ശ്രമിച്ച് നോക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി ചെയ്യേണ്ടത് ചെറുത് നിന്ന് വലുതിലേക്ക് സ്പൈറലായിട്ട് വരച്ച് തുടങ്ങുക. അത് ഒറ്റ വര എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ വരച്ചത് ഒന്ന് വരച്ചതിന് കഴിഞ്ഞതിന് ശേഷം അടുത്ത് വരയ്ക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ വരച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, കണ്ടിന്യൂസ്ലി വരയ്ക്കുകയാണ്. ആ വൃത്തം എന്നുള്ള രീതിയിൽ തന്നെ വരച്ചുകൊണ്ട് പോവുകയാണ്. ഇവിടെ അതിനെ തിരിച്ച് വരയ്ക്കുക. പക്ഷേ ഒരുപാട് ചേർന്ന് പോവുകയും ചെയ്യരുത്, ഒരുപാട് അകന്നു പോവുകയും ചെയ്യരുത്. ഒരു കൃത്യ അകലം, ഒരു നിശ്ചിത അകലം എന്നുള്ള രീതി. നിങ്ങൾ പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട. നിങ്ങളുടെ കൺട്രോളിലാണോ, നിങ്ങളുടെ കയ്യിൽ അത് കൺട്രോളായിട്ട് നിൽക്കുന്നുണ്ടോ, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് വേണം നിങ്ങൾ നോക്കാൻ. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ തോളിൽ വേണം ഇതിന് പോയിന്റ് ചെയ്യുക. നിങ്ങളുടെ തോൾ ഉപയോഗിച്ച് വേണം വരയ്ക്കാൻ. നിങ്ങളുടെ തോളാണ് നിങ്ങളുടെ സെൻറ്റർ പോയിന്റ് എന്നുള്ള രീതിയിൽ വെച്ച് വരയ്ക്കുക. അത് എല്ലാ ഷേപ്പുകളും വരയ്ക്കുക. എല്ലാ ഷേപ്പുകളും പരീക്ഷിച്ച് നോക്കുക. വളരെ ഫ്രീ ആയിട്ട് വരയ്ക്കാൻ നോക്കുക. ആദ്യം പതുക്കെ വരച്ച് നോക്കുക. പതുക്കെ സ്പീഡാക്കുക. ഇപ്പോൾ സ്പീഡാക്കി വരയ്ക്കുക. അപ്പോൾ ഇതെല്ലാം തിരിച്ചും മറിച്ചുമൊക്കെ വരച്ച് നോക്കുക. ഓക്കെ, എല്ലാം വരച്ച് നോക്കുക. അത് കഴിഞ്ഞ് ഇതിപ്പോൾ നമ്മൾ ജിയോമെട്രിക്കൽ ഷേപ്സ് ആണ് കൂടുതൽ നോക്കി അല്ലേ. ജിയോമെട്രിക്കൽ ഷേപ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനടുത്ത് ഓർഗാനിക് ഷേപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു, അപ്പോൾ നമുക്ക് ഓർഗാനിക് എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലൂയിഡായിട്ട് വരച്ച് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നോക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കും. പക്ഷേ ഇതൊരിക്കലും ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ച് തുടങ്ങി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അടുത്ത് ഇത് നമ്മൾ നോക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ കണ്ടിന്യൂസ് ഉള്ള പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇതിനകത്ത് ഡിസ്കണ്ടിന്യൂ ആവുന്നില്ല. അപ്പോൾ കണ്ടിന്യൂറ്റി നിർത്തരുത്. കണ്ടിന്യൂറ്റി ഇല്ലാത്ത കണ്ടിന്യൂറ്റി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് തന്നെ പോകണം. അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുകയും വേണം. അപ്പോൾ ഇനി അടുത്തൊരു ഓർഗാനിക് ഷേപ്പ് നോക്കാം. ഓർഗാനിക് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് പല രീതിയിലുണ്ട്. ഇതൊരു ഓർഗാനിക് ഷേപ്പാണ്. അതിന് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ നോക്കുക. ഒരുപാട് ചേർക്കരുത്, ഒരുപാട് അകത്തുകയും ചെയ്യരുത്. ഒരു ഫോമിൽ പോവാം. അപ്പോൾ ഇത് നിങ്ങൾ ഒരു ഷേപ്പ്, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണേൽ വേറെ ഷേപ്പുകൾ കൂട്ടിച്ചേർക്കാം. കൂട്ടിച്ചേർത്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. വേറെ ഷേപ്പുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ പറയുന്ന റിജിഡ് ആവരുത്. ഒരു എന്താ പറയുക, സ്റ്റക്കായ രീതിയിൽ ചെയ്യരുത്. വളരെ ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്ത്
കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ പറയുന്നൊരു ഓർഗാനിക് ഷേപ്പിൽ നമുക്ക് ഈ പറയുന്ന സംഭവം നമുക്ക് മറ്റ് ഷേപ്പുകളിലേക്ക് മാറാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം.